ഇന്നത്തെ തർക്കം എറണാകുളം ജില്ലയിലാണ്. ജില്ലയിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന നഗരസഭയാണ് കളമശ്ശേരി. 3 പതിറ്റാണ്ട് UDF ഭരിച്ച നഗരസഭയിൽ ഒരൊറ്റ തവണ മാത്രമാണ് LDF അധികാരത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ തവണ ഇരു മുന്നണികളും തുല്യ സീറ്റുകളൊക്കെ നേടിയെങ്കിലും നറുക്കെടുപ്പിൽ ഭാഗ്യം UDFനെ തുണയ്ക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ പോരാട്ടം വീറും വാശിയുമേറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 1 നിന്ന് 5 വാർഡുകളിലേക്കെങ്കിലും വിജയിക്കാനാകുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. കേരളത്തിൽ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏറെ വാശിയേറിയ പോരാട്ടത്തിന് വേദിയാവുക കളമശ്ശേരി നഗരസഭയാവും. എന്തൊക്കെയാണ് കളമശ്ശേരി നഗരസഭയെ ശ്രദ്ധേയമായ പോരാട്ട വേദിയാക്കി മാറ്റുന്നത്? 1953 ഓഗസ്റ്റ് 15 നിലവിൽ വന്ന പഴയ ഞാലകം പഞ്ചായത്താണ് കളമശ്ശേരി പഞ്ചായത്തായും പിന്നീട് 1990 ഏപ്രിൽ 1 നഗരസഭയായി മാറിയത്. നിലവിൽ 42 വാർഡുകൾ. വാർഡ് പുനർനിർണയത്തോടെ ഇത്തവണ അത് 43 ആകും. HMT അടക്കം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നീണ്ട നിരയുണ്ട് നഗരസഭ അതിർത്തിയിൽ. അപ്പോളോ ടയേഴ്സ് ഉൾപ്പെടെയുള്ള ഫാക്ടറികളും. ദേശീയ അന്വേഷണ ഏജൻസിയുടെ കേരളത്തിലെ ഓഫീസ്, ഗെയിൽ കേരള കാര്യാലയം, മെഡിക്കൽ കോളേജ്, ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കം കേന്ദ്ര സംസ്ഥാന സ്ഥാപനങ്ങളും നിരവധി. കിൻഫ്ര വ്യവസായ പാർക്ക്, നാവികസേനയുടെ ആയുധ ഡിപ്പോ, ഇനി ഏതാനും നാളുകൾ കഴിഞ്ഞാൽ കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനവും കളമശ്ശേരിയിലാകും. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ തന്നെ അതിവേഗം വളരുന്ന നഗരം. 3 പതിറ്റാണ്ടിനിടയിൽ കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കിൽപ്പെട്ട് 1 വർഷം മാത്രമാണ് LDFന് നഗരസഭ ഭരിക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 42 അംഗ കൗൺസിലിൽ 20 അംഗങ്ങളുടെ പിന്തുണ LDFനും UDFനും ലഭിച്ചു. വിമത കൗൺസിലർമാരായ ബിന്ദു മനോഹരനും KH സുബൈറും LDFനെയും AH നിഷാദ് UDFനെയും പിന്തുണച്ചു. രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ വർഷം UDF ഭരണം നിലനിർത്തിയത് നറുക്കെടുപ്പിലൂടെ. എന്നാൽ ഇപ്പോൾ 3 സ്വതന്ത്രരും UDFനെയാണ് പിന്തുണയ്ക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കളമശ്ശേരിയിലെ അധികാരപ്പോരും കടുക്കുകയാണ്. നഗരസഭയുടെ മനസ്സൊപ്പമുണ്ടെന്നാണ് UDFന്റെ അവകാശവാദം. ഭരണം നിലനിർത്താമെന്ന ഉറച്ച ആത്മവിശ്വാസവും കോൺഗ്രസിനുണ്ട്. 1995 മുതൽ കളമശ്ശേരി നഗരസഭ UDF ആണ് ഭരിക്കുന്നത്. അടുത്ത വർഷം UDF തന്നെ ഭരിക്കും. കാരണം എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കറിയാം, ഓരോ സ്ഥലത്ത് ഇപ്പം ഈ നഗരസഭയിൽ തന്നെ ഓരോരോ വികസന പ്രവർത്തനങ്ങൾ എല്ലാ വാർഡിലും ഒരുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിനുള്ളൊരു കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തുടർ ഭരണം കിട്ടുന്ന ഉള്ളതാണ് എൻ്റെ ഉറപ്പ്. എന്നാൽ കാര്യമായ വികസനം കൊണ്ടുവരാൻ UDFന് സാധിച്ചിട്ടില്ലെന്നാണ് LDFന്റെ ആക്ഷേപം. UDFനെ ജനങ്ങൾ വെറുത്തെന്നും ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും CPIM പറയുന്നു. ഏറ്റവും വലിയ നഗരസഭകളിൽ ഒന്നാണ് കളമശ്ശേരി. ഏറ്റവും വരുമാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നികുതി വരുമാനം. അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും ആരും ഭരിച്ചില്ലെങ്കിലും അത് കിട്ടേണ്ടത് സ്വാഭാവികമായിട്ടും കിട്ടണത് ഒഴിച്ചാൽ ഒരു വരുമാന വർധനവിനും ഈ കഴിഞ്ഞ 30 കൊല്ലം കൊണ്ട് UDF ചെയ്തിട്ടില്ല. ഒരു എടുത്തു കാണിക്കാവുന്ന ഒരു പദ്ധതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. നഗരസഭയിൽ നിർണായക സാന്നിധ്യമാകാനുള്ള ശ്രമത്തിലാണ് BJP. തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം വാർഡിൽ മാത്രമാണ് BJPക്ക് കഴിഞ്ഞ തവണ വിജയിക്കാൻ സാധിച്ചത്. എന്നാൽ ഇത്തവണ 5 സീറ്റുകളെങ്കിലും വിജയിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. കളമശ്ശേരി നഗരസഭ തുടങ്ങിയതിന് ശേഷം തുടർച്ചയായിട്ട് UDF ഭരണം തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ BJP ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലും വികസനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ കളമശ്ശേരിയിലുള്ള ജനങ്ങളും ആ വികസനം ആഗ്രഹിക്കുന്നു. അത് BJPയിലൂടെ വരും എന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. സംസ്ഥാനത്ത് നികുതി വരുമാനത്തിൽ മുൻപന്തിയിലുള്ള നഗരസഭകളിലൊന്നാണ് കളമശ്ശേരി. ഏതായാലും കളമശ്ശേരി നഗരസഭയിൽ പോരാട്ടം തീപാറുമെന്നുറപ്പ്.